ഞങ്ങൾ ഈ ഒരുങ്ങി നിൽക്കുന്നത് ഞായറാഴ്ച അല്ലേ, അപ്പോൾ ഒന്ന് പുറത്ത് പോകാമെന്ന് കരുതിങ്ങാണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം നടന്ന് പോകാമെന്ന് കരുതി നിന്നതാണ്. അപ്പം നമുക്കൊരു ഓട്ടോറിക്ഷ കിട്ടി, അപ്പോൾ അതിൽ പോവാണ്. പോണത് വേറെ കൊണ്ടല്ല, നമ്മൾ അടുത്തുള്ള പാർക്കിലേക്കാണ് കേട്ടോ. കുറേ ദിവസമായി കുട്ടികൾ പറയണത് ഒന്ന് പാർക്കിലേക്ക് പോവാ, എങ്ങോട്ടേലും പോവാന്ന്, എങ്ങോട്ടേലും ഒന്ന് കൊണ്ടുപോകുമെന്ന് പറിച്ചു തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞായറാഴ്ച അല്ലേ, അപ്പോൾ ഒന്ന് പോവാൻ കരുതിങ്ങാണ്ട് പോയതാണ്. അങ്ങനെ നമ്മൾ പാർക്കിലെത്തി അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. കയറി കഴിഞ്ഞാൽ പിന്നെ മോൾക്ക് ഏതിലാണ് കയറേണ്ടതെന്ന് അറിയില്ല, അങ്ങനെ കളിക്കുകയാണ് കേട്ടോ. ഒന്ന് കയറും, അതൊന്ന് ഇറങ്ങും, പിന്നെയും കയറും, അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ പോയത് ഒരു 3 മണി 2:45 3 മണി ആ സമയമാണ്. അതുകൊണ്ട് തന്നെ അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല. ഇഷ്ടംപോലെ കുട്ടികൾക്ക് കയറാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. മറ്റേത് ഒരുപാട് കുട്ടികളാകുമ്പോൾ ഇങ്ങനെ കാത്ത് നിൽക്കണം കുട്ടികൾ ഇറങ്ങണ വരെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. കുറച്ച് നേരത്തെ പോയതുകൊണ്ട് തന്നെ അവർക്ക് സ്വസ്ഥമായിട്ട് കളിക്കാനൊക്കെ പറ്റിയിട്ടും. അപ്പോൾ അതൊന്നും ശരിയാവണില്ല. പിന്നെ ഇങ്ങനെ അതിൽ കയറണം എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷമായി. പിന്നെ നമ്മൾ പുഴയൊക്കെ ഒന്ന് വീഡിയോ എടുത്താൽ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ സമയത്ത് കാണാൻ കേട്ടോ, മഞ്ഞൊക്കെ ആയിട്ട്. നമ്മളെ ഡാമിൻ്റെ ഒരു ഷട്ടർ തുറന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവിടെ അങ്ങനെ വെള്ളം ചാടുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ ആ വെയിൽ അങ്ങനെയാണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാറ്റ് കാരണം വെയിലാണെങ്കിലും നിൽക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ പിന്നെ നമ്മൾ കുട്ടികളൊക്കെ അവിടെ ഐസ്ക്രീമൊക്കെ മേടിക്കുന്നുണ്ട്, മിഠായി വേണമെന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു പൊട്ടോറ്റോ എന്തോ ചെയ്തിട്ട് മയോണൈസും തക്കാളി സോസൊക്കെ ഒഴിച്ചിട്ടൊരു സാധനം കേട്ടോ എല്ലാവരും മേടിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് അത് മതി എന്ന് പറഞ്ഞിട്ട് അത് മേടിച്ചതാണ്. ഞാൻ പിന്നെ ഒരു ഐസ്ക്രീമാണ് വാങ്ങിയത്. എനിക്കതിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമായില്ല പൊട്ടാറ്റോൻ്റെ ഐസ്ക്രീം. ഞാൻ ഈത്തപ്പഴവും നട്ട്സും കൂടെ എല്ലാം മേടിച്ചത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്ത് വാങ്ങിയാലും അതിൽ നിന്ന് മോൾക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓൾക്ക് അത് മതി, എനിക്ക് ഇതന്നെ വേണം എന്നൊക്കെ പറയുകയാണ്. പിന്നെ വെള്ളത്തിന് ദാഹിച്ചപ്പോൾ ഒരു ഫ്രൂട്ടിയാണ് വാങ്ങിയത് കേട്ടോ, മാംഗോൻ്റെ. അത് കുടിച്ചാൽ വെള്ളത്തിന് ദാഹിക്കും, അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ അതന്നെ മേടിച്ചിരിക്കുകയാണ്. പിന്നെ മോളിൻ്റെ ഐസ്ക്രീം കയ്യിലാക്കിയിട്ട് ഓളെ പൊട്ടാറ്റോ ഫ്രൈ ചെയ്ത് എനിക്കും തന്നു. ഇതൊക്കെ തിന്നു കഴിഞ്ഞപ്പോൾ വെള്ളത്തിന് ദാഹിച്ചു കേട്ടോ. അപ്പോൾ ഒരു കുപ്പി വെള്ളം മേടിച്ചു. അങ്ങനെ പിന്നെയും അതൊക്കെ തിന്നു കഴിഞ്ഞിട്ട് അവർക്ക് ഐസ്ക്രീം കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു പിന്നെയും ഐസ്ക്രീം വാങ്ങി. അത് കഴിഞ്ഞ് പോപ്കോൺ മേടിച്ചു. അവിടുന്ന് പോരോളം തീറ്റ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും ഒരു പാറയുടെ മുകളിൽ കയറി ഇരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും കയറണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കയറ്റിയിരുത്തി. അങ്ങനെ പിന്നെയും കുറച്ച് നേരമൊക്കെ കളിച്ചിട്ട് പിന്നെ മാങ്ങ ഉപ്പിലിട്ടത് മേടിക്കാൻ പോവാ പറഞ്ഞിട്ട് പിന്നെ അതൊന്ന് മേടിക്കാൻ പോയി. അപ്പോൾ മുളക് തേച്ച് വെച്ച നല്ല മാങ്ങ ഉണ്ടായിരുന്നു, പക്ഷെ നല്ല എരിവായിരുന്നു. അപ്പോൾ പിന്നെ അത് വാങ്ങിയില്ല. ഞങ്ങൾ ഉപ്പിലിട്ട പൈനാപ്പിൾ മാങ്ങയായിട്ടാണ് മേടിച്ചത്. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്